KGF സിനിമയ്ക്ക് പുഷ്പയിൽ ഉണ്ടായ ഒരു ഐറ്റം എന്നാണ് മങ്കിമാൻ സിനിമയെ പറ്റി ഞാൻ കണ്ട ഒരു കമന്റ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ KGFന് പുഷ്പയിൽ ഉണ്ടായ ഐറ്റമാണ് മങ്കിമാൻ എന്ന് വിചാരിച്ചാൽ പോലും അത് ദത്തെടുത്തൊരു ഐറ്റം മാത്രമാവാനേ ചാൻസ് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മങ്കിമാനിന് KGF പുഷ്പയായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ അവാർഡ്സ് കിട്ടിയ സ്ലം ഡോഗ് മില്യനെയർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കണ്ട് പരിചയിച്ച ദേവ് പട്ടേൽ ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്ത് പ്രൊഡ്യൂസും കൂടി ചെയ്യുന്ന ഒരു സിനിമയാണ് മങ്കിമാൻ. ഇതിൽ പ്രൊഡക്ഷൻ അദ്ദേഹം മാത്രമല്ല, പിന്നെ കൂടെ ആളുകളുണ്ട്. പക്ഷെ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് മങ്കിമാൻ. അപ്പോൾ ദേവ് പട്ടേലിന്റെ ലയൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഫാനായി മാറിയത്. മങ്കിമാൻ കാണാൻ പോയപ്പോൾ ഇതേപോലെ നല്ല എക്സ്പെക്ടേഷനിൽ തന്നെയാണ് പോയത്. എക്സ്പെക്ടേഷൻ വർത്തിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്ന് പറയും. കാരണം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് എനിക്ക് മങ്കിമാനിൽ കാണാൻ പറ്റിയത്. ഓഫ് കോഴ്സ് സിനിമ ഇന്ത്യ ബേസ്ഡ് ആണെന്നുള്ളത് നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് പ്ലോട്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവം ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. അങ്ങനെ സിനിമ ഡെവലപ്പ് ചെയ്തു പോവാണ്. പിന്നെ സിനിമേനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളിപ്പം ക്രിസ്റ്റഫർ നോളൻ, അതുപോലെ ഡെന്നിസ് വില്ലനോൽ, അതുപോലെ അരി അലിസ്റ്റർ, ഇവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഇവരുടെ സിനിമകൾക്കുള്ള ചില നോംസ് ഉണ്ടല്ലോ. നോംസ് പോലെ തന്നെ ഒരു നോം സെറ്റ് ചെയ്ത് വെക്കുകയാണ് ദേവ് പട്ടേൽ എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റോറി ടെല്ലിംഗ്, അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ രീതി ഒക്കെ നമ്മൾ കണ്ട് പരിചയിച്ച സിനിമകളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സിനിമ മുഴുവനായിട്ട് ഇന്ത്യൻ ആണെങ്കിൽ കൂടി ഇത് ആക്ച്വലി ഇന്റർനാഷണൽ ഓഡിയൻസ് കൂടി കാണുന്ന ഒരു സിനിമയാണ്. അതായത് ഇത് വേൾഡ് വൈഡ് റിലീസ് ഫോർ ഇന്റർനാഷണൽ ആളുകൾക്ക് കൂടി, അതായത് ഹിന്ദി അല്ലാതെ സ്പീക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടിയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആണ്. ബേസിക്കലി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും പറഞ്ഞത്. ഇത് ഹിന്ദി ആണോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഉണ്ട്. ലൈക്ക് രണ്ടും എന്താ പറയുക, ബാലൻസ് ചെയ്ത് പോയി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇപ്പം ഇംഗ്ലീഷ് ഓഡിയൻസിനാണെങ്കിൽ ഈ സിനിമ കണ്ട എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. സബ് ടൈറ്റിലിംഗ് ഉണ്ട് ഹിന്ദിക്ക്, പക്ഷെ എല്ലാം ഹിന്ദി അല്ല. പക്ഷെ ഹിന്ദി നമ്മൾ ഇന്ത്യൻ ഓഡിയൻസിനാണേലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം കടുകട്ടി ഇംഗ്ലീഷ് അങ്ങനത്തെ ഒരു സംഭവമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള രണ്ടും ബാലൻസ് ചെയ്ത ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യനെ പറ്റി മുഴുവനല്ല സിനിമ പറയുന്നത്. അതായത് ഇന്ത്യയുടെ എവിടെയൊക്കെയോ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ജിസ്റ്റ്, അതാണ് ഈ സിനിമ. പക്ഷെ ആ സിനിമ അത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോളാണ് കാണിച്ചേക്കുന്നത്. അതിൻ്റെ കളർ ഗ്രേഡിങ്, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്ന ആക്ടിങ്, അതിൻ്റെ വിഷ്വൽസ്, സിനിമാറ്റോഗ്രഫി എല്ലാം ഇങ്ങനെ എന്താ പറയുക, ആ ഒരു കുഞ്ഞൊരു പാർട്ടിൻ്റെ വലിയൊരു സോള് കാണിക്കാന്ന് അറിയില്ലേ, അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പുറത്തുള്ളവർക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട്, എന്നാൽ എൻ്റർടൈനിങ് ആയിട്ട്, കളർഫുള്ളായിട്ട് അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയാണ്, പക്ഷെ അതേസമയം പേടിപ്പെടുത്തുന്നുണ്ട്, പക്ഷെ എക്സൈറ്റഡ് ആക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ വയലൻസ് ഉണ്ട്, സമാധാനപരമായിട്ട് പോകുന്ന സിനിമയല്ല, അത്യാവശ്യം വയലൻസ് ഉണ്ട്. അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, വയലൻസ് ഉണ്ട്. കിളി പാറയെന്ന് പറഞ്ഞ് ഞാൻ തമ്മിലിട്ടത് സിനിമ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടിട്ട് കിളി പാറയെന്നല്ല. ബേസിക്കലി കിളി പാറാനുള്ളതുണ്ട്, നല്ല അടിപൊളി പാടാണ്. പക്ഷെ എൻ്റെ കിളി പാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ക്യാമറ മൂവ്മെൻറ്റ്സും അവരുടെ ഷൂട്ടിംഗ് രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവ് പട്ടേലാണ് മെയിൻ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു POV എന്നാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ POVന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാമറ ഫുൾ ക്ലോസപ്സ് ആണ്. നമ്മൾ മോസ്റ്റ്ലി എല്ലാം ക്ലോസപ്പ് വിഷ്വൽസ് ആണ്. അതിൻ്റെ കൂടെ നല്ല ഇങ്ങനെ ഭയങ്കര ഷേക്കിംഗ് ആയിട്ടാണ് സീൻസ് പോകുന്നത്. വെച്ചാൽ ഒന്നാമത്തെ കാര്യം സിനിമ ഭയങ്കര ഇൻറ്റൻസ് ആണ്. പിന്നത്തെ കാര്യം സിനിമ ഭയങ്കര ഇവൻറ്റ്ഫുൾ ആണ്. പിന്നത്തെ കാര്യം കുറേ കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ക്യാമറ മൂവ്മെൻറ്റിൽ ഇങ്ങനെ ക്ലോസപ്പ് വിഷ്വൽ എടുത്ത് നമ്മൾ കാണുമ്പോൾ ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേനും നമുക്കൊരു കിളി വാരിയൊരു സെറ്റപ്പോ, അതായത് അതൊരു ഇതാവും. പക്ഷെ അത് മോശമെന്നല്ല, ആക്ച്വലി അതിലെ ക്യാരക്ടർ കണക്ഷൻ കിട്ടാനും അതിലെ ചില കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി കാണാനും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു എത്രമാത്രം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് കാണാനും ഈ ക്ലോസപ്പ് വിഷ്വൽസ് അത്യാവശ്യമായിരുന്നു. കാരണം
സിനിമ തുടങ്ങി കഴിയുന്ന ഒരു 2.5 hours നമുക്ക് സിനിമയിലെ എല്ലാവരുമായിട്ടും അതിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടുള്ള ക്യാരക്ടർ കണക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ തീരാറാകുമ്പോൾ ഒരു ഇമോഷണൽ സാധനം കൂടി നമ്മൾ അറിയാതെ വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാമറ മൂവ്മെന്റ്സ് വളരെ നെസസറി ആയിരുന്നു. കുഞ്ഞൊരു സ്റ്റോറി ഭയങ്കര വലുതാക്കി, അത്രയും ബ്യൂട്ടിഫുൾ ആക്കി, അത്രയും പേടിപ്പിച്ചാണ് പറഞ്ഞു പോയത്. അതുകൊണ്ട് ഹൊററല്ല, എന്താ പറയുക, അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ അപ്പോൾ അത് എൻ്റെ ക്യാമറ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ കണ്ട് പരിചയിച്ച ചില ഡയറക്ടേഴ്സ് കാണിക്കുന്ന, അവർ സെറ്റ് ചെയ്ത് വെച്ച നോം പോലെ ദേവ് പട്ടേൽ സെറ്റ് ചെയ്യുന്നതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ് കണ്ടവർക്ക് മനസ്സിലാവും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സ്റ്റോറി ടെല്ലിങ് മാത്രമല്ല, എന്താ പറയുക, ഇതിൻ്റെ ക്യാമറ ദ വേ ഓഫ് പോർട്രയൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. കാരണം ഫോണിൽ കണ്ടാൽ എത്രമാത്രം നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫുൾ സ്ക്രീനിൽ കൂടി കാണുന്നതുകൊണ്ട് ഇങ്ങനത്തെ ക്ലോസപ്പ് വിഷ്വൽസ് വിത്ത് ഇൻറ്റൻസ് പ്ലോട്ടും പിന്നെ ഇവൻസും കൂടി വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത് വേറൊരു ലെവലായിട്ടാണ് പോകുന്നത്. പിന്നെ ചില ഇന്ത്യൻ കൾച്ചേഴ്സൊക്കെ പുള്ളി പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല കളർഫുള്ളായിട്ട് ആണ് പോർട്രേ ചെയ്യുന്നത്. അതായത് എന്താ പറയുക, നല്ലൊരു ഡിഫറൻസ് ഇന്ത്യയുടെ പല ഡിഫറൻസുകളും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കാണാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു കൺട്രിയുടെ ചെറിയൊരു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു പാർട്ടിൻ്റെ സോൾഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് മങ്കി മാൻ. നല്ല പടമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ഞാൻ ഒന്നുകൂടെയും കാണാൻ പോകും, കാരണം എനിക്ക് അതിൻ്റെ വേ ഓഫ് പോർട്രയിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സോ അതാണ് എനിക്ക് മങ്കി മാനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.